മിശിഹ വീണ്ടും വരുമെന്നത് ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും വിശ്വാസമാണ്. അങ്ങനെ അടുത്ത വരവിൽ യെരൂശലേമിലെ മൂന്നാമത്തെ ദേവാലയം നിർമ്മിക്കപ്പെടും. ടെമ്പിൾ മൗണ്ടിലാണല്ലോ യെരൂശലേം ദേവാലയങ്ങൾ ഉണ്ടായിരുന്നത്. 2 ദേവാലയങ്ങളും ശലോമോൻ്റെ കാലത്തുണ്ടായ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. റോമക്കാർ തകർത്തു. പിന്നീട് ഇസ്ലാമിക ശക്തികൾ അത് കൊണ്ടുപോയി അവിടെ അവർ അൽ ഹക്സ എന്നൊരു പള്ളി ഉണ്ടാക്കി. ജോർദാനാണ് ചെയ്തത്. 6 ദിവസത്തെ അറബ് യുദ്ധത്തിന് ശേഷം ആ പുണ്യഭൂമി ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അത് വഖഫ് ഭൂമിയാണെന്ന് കരുതി അതിൻ്റെ ക്ഷേത്രമല്ല, മസ്ജിദ്, ദേവാലയം എന്ന് പറയുന്നില്ല, മസ്ജിദിൻ്റെ ചുമതല ജോർദാന് സ്വാധീനമുള്ള തരത്തിലാണ് നടക്കുന്നത്. ജൂതന്മാർ അവിടെ പോകുന്നുമില്ല. പക്ഷേ ജോർദാൻ, സിറിയ, ലെബനോൺ ഇതൊന്നുമില്ലാതെ ബൈബിളില്ല, അല്ലേ? ബൈബിളിൽ ഏറ്റവും മനോഹരമായ കാവ്യാത്മകമായ ഭാഗം എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിലെ ഉത്തമ ഗീതങ്ങളൊക്കെയാണ്, ശലോമോൻ്റെ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസവും ജൂഡായിസവും ഒക്കെ വിഹരിച്ചിരുന്ന അവരുടെ സ്വപ്ന വിഹാര ഭൂമിയായിരുന്ന, അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമിയായിരുന്ന ആ രാജ്യങ്ങൾ, സിറിയ, ലെബനോൻ, ജോർദാൻ ഒക്കെ ഇന്നും മതം മാറിപ്പോയി. അത് തിരിച്ചു പിടിക്കുക, പഴയ സാമ്രാജ്യം വീണ്ടെടുക്കുക, വിശാല ഇസ്രയേൽ എന്നുള്ളത് ഇസ്രയേലിൻ്റെ സ്വപ്നമാണ്. ഇപ്പോൾ അതിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നു, ഓരോ ചുവട് വെച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ആവേശമാണ് ക്രൈസ്തവ വിശ്വാസികൾക്കും ജൂതമത വിശ്വാസികൾക്കും. അതിന് ആക്കം കൂട്ടുന്ന ഒരു നടപടി ഇപ്പോൾ ഇസ്രയേൽ വീണ്ടും എടുത്തിട്ടുണ്ടല്ലേ? അതെ. അത് പറയുന്നതിന് മുമ്പേ ലെബനനിൽ മറ്റേ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ് ഇന്ന്. മറ്റേ ഹിസ്ബുള്ളയ്ക്കൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരു ക്രിസ്ത്യാനി അവിടെ പ്രസിഡന്റ് ആവും. ഇസ്രയേൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ക്രൈസ്തവൻ പ്രസിഡന്റ് ആവുന്നത്. ക്രൈസ്തവൻ പ്രസിഡന്റ് ആയിരുന്നു മുമ്പ്, പക്ഷേ ഹിസ്ബുള്ള ചരട് വലിക്കുകയായിരുന്നു. അതെ. ഇപ്പോ ഇസ്രയേൽ ഒരു ബൈബിൾ ഭൂപടം ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഇസ്രയേൽ വിദേശ മന്ത്രാലയത്തിന്റെ അറബി ഭാഷാ വിഭാഗമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇസ്രയേലാണ് പ്രസിദ്ധീകരിച്ചത്. ഇസ്രയേൽ പ്രസിദ്ധീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയം അവരുടെ അറബി ഭാഷാ വിഭാഗം ഇത് നമുക്ക് ഈ ഭൂപടം നമുക്ക് ഇതിൻ്റെ കൂടെ പ്രസിദ്ധീകരിക്കാമല്ലോ. അപ്പോൾ ഈ അറബി ഭാഷയിലാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഈ ഭൂപടം ലംഘിക്കുന്നു എന്ന് അറബ് രാജ്യങ്ങൾ പരാതിപ്പെട്ട് അതിഭീകരമായ നിലവിളി വന്നിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇസ്രയേൽ ഒരു ഭൂപടം വരച്ചാൽ നാളെ ആ ഭൂമി കൊണ്ടുപോകുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് പ്രശ്നം. ഇസ്രയേല് യഹൂദിയ, അതായത് വെസ്റ്റ് ബാങ്കിലെ പേര് മാറ്റിയല്ലോ, ഇസ്രയേല് യഹൂദിയ രാജ്യത്തിന്റെ അതിർത്തികളും ഒക്കെ ചേരുന്ന ഒരു ഭൂപടമാണ് ഉള്ളത്, പഴയ യഹൂദിയ രാജ്യം. അപ്പൊ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗങ്ങളൊക്കെ ഈ ഭൂപടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ജോർദാൻ മൊത്തം ഇസ്രയേലിന്റെ ഭാഗമാണ് എന്ന് ഈ ഭൂപടത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത് ജോർദാനാണ് ഈ ഭൂപടം വന്നപ്പോൾ. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കുകയാണ് അറബി ഭാഷയിൽ, 3000 കൊല്ലം മുമ്പാണ് ഇസ്രയേൽ സാമ്രാജ്യം ഉണ്ടായത്. ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവർ അതിൻ്റെയൊക്കെ രാജാക്കന്മാരും നേതാക്കന്മാരുമായിരുന്നു. വടക്കൻ ഇസ്രയേല്, തെക്കൻ യഹൂദിയ വിഭജനം പിന്നീട് നടന്നു. നാശങ്ങളുണ്ടാക്കി, ഇവിടെ പലായനങ്ങളുണ്ടായി. അസീറിയൻ, ബാബിലോണിയൻ ആക്രമണങ്ങൾ നടന്നു. ചിതറിത്തെറിച്ച ജൂതർ അവരുടെ ശേഷി വീണ്ടെടുത്ത് പുനരുജ്ജീവിക്കാൻ ആശിച്ചു. സാമ്രാജ്യ പുനരുജ്ജീവനം ജൂതർ ആഗ്രഹിക്കുന്നു. 1948 രാഷ്ട്രമുണ്ടായി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രയേൽ. ഈ അറബി ഭാഷയിലാണ് ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു സാംസ്കാരിക, നാഗരിക, സംസ്കൃതി ഒക്കെയാണല്ലോ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊരു സാംസ്കാരിക പാഠമായിട്ട് അറബ് രാജ്യങ്ങൾ എടുക്കുന്നില്ല. അല്ല, അതവർ പറ്റില്ലല്ലോ. അതെ, ആത്മഹത്യാപരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ സൗദി ചാനൽ അൽ അറേബ്യ, ഖത്തറിലെ അൽ ജസീറ, ഇവർ മുഴുവൻ ബഹളമാണ് ഇസ്രയേൽ
അവരുടെ പദ്ധതി വെളിവാക്കുന്ന ഭൂപടമാണ് ഈ പുറത്തു വിട്ടിരിക്കുന്നത് എന്നാണ്. അല്ല, ഇസ്രായേലിന്റെ പദ്ധതി രഹസ്യമൊന്നും അല്ലല്ലോ. ഒന്നുമല്ല. വിശാല ഇസ്രായേൽ എന്നുള്ള അവരെന്നോ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചാൽ തന്നെ അത് പച്ചയ്ക്ക് പറയുന്നതല്ലേ. മാത്രമല്ല 100 കൊല്ലം തികയുമല്ലോ 2048. അപ്പൊ ഇതൊക്കെ കയ്യിലിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. പണി നടക്കുന്നുണ്ട് അതിനുള്ള. ജോർദാൻ വിദേശകാര്യ വകുപ്പ് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ പദ്ധതിയാണെന്ന് ആ ചാനലുകളിൽ ചർച്ചയുണ്ട്. അപ്പോൾ ഈ ജോർദാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്: പലസ്തീൻ അധികാര പ്രദേശങ്ങൾ, പലസ്തീൻ്റെ പ്രദേശങ്ങൾ ജോർദാനിലെ ഹാഷിമൈസ്റ്റ് ഭരണകൂടം, ലെബനൻ, സിറിയ ഒക്കെ ഭൂപടത്തിൽ വന്നിരിക്കുന്നു. ഇത് അപലപനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നു, ഇസ്രയേൽ ധനമന്ത്രിയുടെ വംശീയ പരാമർശങ്ങൾക്കൊപ്പമാണ് ഈ ഭൂപടം ഇപ്പോൾ വരുന്നത്. അയാൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നല്ലോ, വെസ്റ്റ് ബാങ്ക് കൂടെ ചേർത്ത് കഴിഞ്ഞു ഇസ്രയേൽ, യഹൂദിയ എന്ന് പറഞ്ഞിട്ട്. ഗാസയിൽ മുഴുവൻ ജൂതന്മാരെ കൊണ്ട് പാർപ്പിച്ചും കഴിഞ്ഞു എന്ന് ജോർദൻ പറഞ്ഞിരിക്കുന്നു. പലസ്തീൻ അതോറിറ്റി പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ഭൂപടത്തിൽ. പലസ്തീൻ എഴുത്തുകാരൻ യാസിൻ ഇസദ്ദീൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ജോർദാനെ ഇസ്രയേലിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മുസ്ലിം ഗൾഫിലെ സമാധാന പ്രവർത്തകൻ ലുവായ് അൽ ഷെറീഫ് ഈ ഭൂപടത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ചരിത്രത്തിനോട് ചേർന്നിരിക്കുന്ന വാക്കുകളാണ് ഇതിൽ കാണുന്നത്. അറബി ഭാഷയിൽ എഴുതിയിരിക്കുന്ന നേരത്തെ സാംസ്കാരിക പാഠം, ചരിത്രത്തിനോട് ചേർന്ന വാക്കുകളാണിത്. ഖുറാൻ, ബൈബിൾ എന്നിവ മാത്രമല്ല, ആർക്കിയോളജിയും ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ലോക മുസ്ലിങ്ങൾക്ക് ഇസ്രയേലിൻ്റെ രാജാവും പ്രവാചകനുമായ ദാവീദിൻ്റെ പേര് പ്രിയപ്പെട്ടതാണ്. ആ സാമ്രാജ്യത്തെ നിരാകരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസികൾക്ക് ധർമ്മസങ്കടം ഉണ്ടാക്കുന്ന വസ്തുതയാണ്. അത് പലസ്തീനെ സംബന്ധിച്ച്, പലസ്തീൻ്റെ കാര്യങ്ങൾ പറയുന്ന മതമൗലികവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അവർക്ക് മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇപ്പോൾ ഈ ഭൂപടം പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ഒരു സമയം നോക്കണം. വല്ലാത്തൊരു സമയമാണ്. യുദ്ധം ജയിച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ. ഏറ്റുമുട്ടിയവരൊക്കെ പതിവ് പോലെ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്താൽ തോൽക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പണ്ട് പറഞ്ഞു കേട്ടിട്ട് ഈ 6 ദിവസത്തെ യുദ്ധം ഉണ്ടായപ്പോൾ പ്രകൃതി പോലും അവരെ തോൽപ്പിച്ചു, അറബ് രാജ്യങ്ങളെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. എവിടെ നിന്നോ തേനീച്ച വന്ന് അവരെ പട്ടാളക്കാരെ തുരത്തി ഓടിച്ചു എന്ന് പറയുന്നു. അപ്പം ഇസ്രായേലിൻ്റെ യുദ്ധങ്ങൾ നയിക്കുന്നത് യഹോവയാണ്, ദൈവം നേരിട്ട് നയിക്കുന്ന യുദ്ധമാണ്, അദ്ദേഹമാണ് സൈന്യാധിപൻ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് വചനങ്ങൾ, സങ്കീർത്തനങ്ങൾ ബൈബിളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വല്ലാത്ത ഒരു കാലം, വല്ലാത്ത തിരിച്ചുവരവും ഈ സാമ്രാജ്യ സ്ഥാപനവും ഒക്കെ പറയുന്നുണ്ട്, എല്ലാം പറയുന്നു. ദേവാലയം വീണ്ടും ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഒലീവ് മലയിൽ യേശുദേവൻ വീണ്ടും വരുമെന്നും 1000 വർഷം ലോകം ഭരിക്കുമെന്നൊക്കെയാണ് ക്രൈസ്തവ വിശ്വാസം. അത് ജൂതന്മാരും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസം മാറ്റിവെക്കുക. ഞാൻ ആലോചിക്കുന്നത് ലോകക്രമത്തിലും അല്ലാത്ത മാറ്റം വരികയാണ്. ഇപ്പോൾ ട്രംപ് വരുന്നു. ട്രംപും ഇസ്രായേൽ പറയുന്നത് പോലെയാണ് വിശാല അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പാനമ കനാൽ, ഗ്രീൻലാൻഡ്, കാനഡ, തീർന്നില്ല മെക്സിക്കോ വേണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ അമേരിക്ക വീണ്ടും വിശാലമാക്കുക എന്നുള്ളത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത് പുതിയ കാര്യമൊന്നുമില്ല. ഗ്രീൻലാൻഡിൽ ട്രംപിൻ്റെ മകൻ പോയിരുന്നു. അതെ, ഞാൻ അവിടെ എത്തി, അവിടെ വലിയ സ്വീകരണം കിട്ടി എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന ഫ്ലോറിഡ, അലാസ്ക, ലൂസിയാന തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അമേരിക്ക ഇതുപോലെ മുൻകാലത്ത് കൂട്ടിച്ചേർത്തതാണ്. 51ാം സ്റ്റേറ്റ് ആയിട്ട് കാനഡ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിശാല അമേരിക്കയിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകണമെന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. അപ്പം ഇസ്രയേലും അത് തന്നെ ആലോചിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞതുപോലെ ദാവീദിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു, ശലോമോൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇസ്രയേലിൻ്റെ രാജ്യം, ഇസ്രയേൽ ജൂതന്മാരുടെ രാജ്യമായിരുന്നു, ജൂതരാജ്യമായിരുന്നു. ആ ജൂതരാജ്യം തകർത്ത് റോമാക്കാരും
ഖലീഫറ്റ് ബാബിലോണിയൻസ്, സിറിയക്കാര് അവരൊക്കെ വന്നു. പിന്നെ മുസ്ലിം അധിനിവേശം ഉണ്ടായി. അങ്ങനെയാണ് ഇവർ ചിതറിപ്പോയത്. ഇവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി. അതാരും പറയുന്നില്ല. നമ്മൾ ഈ അയോധ്യ, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുജറാത്ത് കലാപം പറയും, ഗോദ്ര തീവണ്ടി തീവയ്പ് പറയില്ല. നമ്മൾ ചർച്ച ചെയ്തത് അതാണത് ട്രിഗർ ചെയ്ത്. അതുകൊണ്ടാണ് ഈ ഗുജറാത്ത് കലാപം ഉണ്ടായത്. എന്ന് പറഞ്ഞ പോലെ ഇസ്രയേലികളെ അവരുടെ രാജ്യം തകർത്ത് ഓടിച്ചു. പിന്നെ അവർ വന്നൊരു രാജ്യം ഉണ്ടാക്കി. അപ്പോൾ ആ പലസ്തീനികളുടെ രാജ്യം ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. പലസ്തീനികൾക്ക് മുമ്പേ ഇസ്രയേൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അറബ് വംശജരുടെ ചരിത്രം വേറെയാണ്. മുസ്ലിമിന് എത്ര കാലത്തെ ചരിത്രമുണ്ട്? ഇസ്ലാമിന്റെ ചരിത്രം കഷ്ടിച്ച് 1400 വർഷമാണ്. അതൊക്കെ ഉള്ളൂ. ഈ ജൂതന്മാർ അതിനും ആയിരക്കണക്കിന് വർഷം മുമ്പേ ഉണ്ട് അല്ലേ? 3000 വർഷം മുമ്പെങ്കിലും. മാത്രമല്ല അവർക്ക് ലോസ്റ്റ് ട്രൈബ്സ് തന്നെ ഉണ്ട്. ഇങ്ങനെ പലായനം ചെയ്തതുകൊണ്ട് ചില ഗോത്രവംശങ്ങൾ ഇല്ലാതായി. അതിലൊന്നാണ് ഈ മണിപ്പൂരിൽ ഉള്ള മനാശെ എന്നൊക്കെ പറയുന്നത്. അവർ ലോകത്തെമ്പാട് ചിതറിപ്പോയവരാണ്. ചിതറിപ്പോയ ഒരു കൂട്ടമാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ പഴയ രാജ്യം വീണ്ടെടുക്കണമെന്നുള്ളത് അവരുടെ എക്കാലത്തെ ആഗ്രഹമാണ്. ആഗ്രഹത്തിലേക്ക് അവർ നീങ്ങും. അപ്പോൾ ട്രംപ് നാളെ ജോർദാനെയോ സിറിയയുടെ കുറേ ഭാഗം ഇപ്പം തന്നെ ചേർത്തു, ലെബനോണിന്റെ കുറേ ചേർത്ത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതാണല്ലോ ഇപ്പൊ റിപ്പോർട്ട്. അതെ, ആണവ നിലയെ ആക്രമിക്കുന്നു. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നതാണ്. ആ ഭൂമിയുടെ അടിയിലും പാറ തുറന്നുമൊക്കെയാണല്ലോ. അതെ. അപ്പൊ അമേരിക്കയുടെ സഹായം ഇല്ലാതെ ഇസ്രയേലിനെ ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അമേരിക്ക തന്നെ രാജ്യം വിസ്തൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനെ അമേരിക്കയ്ക്ക് എങ്ങനെ തടയാൻ പറ്റും? ഒരിക്കലും തടയില്ല. പ്രത്യേകിച്ച് ട്രംപ് മാത്രമല്ല, ട്രംപ് ജെറുസലേമിൽ കൊണ്ട് മറ്റേ അവരുടെ എംബസി വെച്ചു. പിന്നെ ട്രംപിന്റെ പേരിലാണ് സെറ്റിൽമെന്റ് വരാൻ പോകുന്നത്. അതെ, ഈ ഗാസയിലൊക്കെ ഉള്ളത്. അതെ. അപ്പോൾ ഏതായാലും ഇസ്രയേൽ അതിന്റെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് അടുക്കുകയാണ് അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.